ADGP RSS നേതാക്കളെ കണ്ട കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ADGP വിഷയത്തിൽ CPI പറയുന്നത് അവരുടെ അഭിപ്രായമാണ്. അവർ കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നും വിജയരാഘവൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ച് കണ്ട ആളല്ലല്ലോ. അയാള് ADGP ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന്. ഗവൺമെന്റ് അത് പരിശോധിച്ചോളും. അതിൽ നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാ ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഖാക്കളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയില്ലേ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നിങ്ങളുടെ പരിപാടി എന്താ അറിയാം? നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കലം. അതിന് നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത്. പിണറായി വിജയൻ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ? നിങ്ങൾ അത് വ്യക്തമാക്കും. ഞാൻ പറയാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സഖാ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത്. അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികളെടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ട്. PV അൻവർ സ്വതന്ത്ര MLA ആണ്. അദ്ദേഹത്തിനും സ്വന്തമായി അഭിപ്രായം പറയാമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. പാർട്ടിയും സർക്കാരും വേറെയാണെന്ന തരത്തിലുള്ള ചോദ്യം ശരിയല്ല. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ PB അംഗമായ പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ സർക്കാരിനെ നയിച്ചു വരുന്നത്. പാർട്ടിയിലെ മറ്റു സഖാക്കളും സർക്കാരിലുണ്ട്. ഇവരൊക്കെ കൂട്ടായി സ്വീകരിക്കുന്ന നടപടികൾ പാർട്ടി തീരുമാനം തന്നെയാണെന്ന് വിജയരാഘവൻ പറഞ്ഞു. 16 മാസങ്ങൾക്ക് മുൻപ് ഒരു പോലീസുകാരൻ RSS നേതാവിനെ കണ്ടത് വലിയ വിവാദമായിരിക്കുകയാണ്. മാധ്യമങ്ങൾ എപ്പോഴോ നടന്ന സംഭവമാണ് വലിയ വിവാദമായി ഇപ്പോൾ അവതരിപ്പിക്കുന്നതെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.